ഛത്തീസ്ഗഡ് സ്വദേശിയായിട്ടുള്ള രാംനാരായണന്റെ മരണം വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെയാണ് സർക്കാർ കാണുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രവണതയും കേരളത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അന്യ സംസ്ഥാന തൊഴിലാളി എന്നത് കാണാതെ കേരളത്തിന്റെ പുറത്തുനിന്ന് വരുന്ന തൊഴിലാളികളെ അതിഥി തൊഴിലാളികളായി കാണുക എന്നുള്ളൊരു സംസ്കാരമാണ് ഗവൺമെന്റ് പൊതു സമൂഹത്തിന്റെ മുമ്പിൽ വെച്ചത്. കോവിഡ് കാലത്തും വളരെ കൃത്യതയോടെ ലോകത്തിന്റെ മുമ്പിൽ കേരളം വെച്ചൊരു ആശയവും അതായിരുന്നു. ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ വളരെ നിർഭാഗ്യകരമാണ്, ദൗർഭാഗ്യകരമാണ്. വംശീയത കൂടി ഉയർത്തിപ്പിടിക്കുന്ന വിധത്തിൽ ബംഗ്ലാദേശി എന്ന വാക്കുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൂടി ആളുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായിട്ടാണ് ഈ ഘട്ടത്തിൽ പറയപ്പെടുന്നത്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള സംഭവങ്ങളെ വെച്ച് പൊറുപ്പിക്കുകയോ മേലിൽ ആവർത്തിക്കുകയോ ചെയ്യാത്ത വിധത്തിൽ പഴുതടച്ചിട്ടുള്ള അന്വേഷണമാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. അന്വേഷണങ്ങളിലൊന്നും ഒരു തർക്കവും സർക്കാരിനില്ല. പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് 2023 സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തന്നെ അത് വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണത്തിന്റെ നിയമപരമായിട്ടുള്ള പരിധിയിൽ അത് ഉൾപ്പെടുത്തണം എന്ന കാര്യം പ്രത്യേകമായി പരിശോധിച്ചിട്ടുണ്ട്. വംശീയത ഉയർത്തിപ്പിടിച്ചതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ വകുപ്പുകളും വളരെ ഗൗരവത്തോടുകൂടി എടുക്കാനും അക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളുമായി പോകാനും തന്നെയാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. 5 പ്രതികളെ ഇതിനകം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും ഇത്തരം സാധനങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ എടുക്കാവുന്ന വിധത്തിലുള്ള അന്വേഷണം അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കും. നഷ്ടപരിഹാരം നൽകണം എന്നൊരു പ്രശ്നം ഉയർന്നു വന്നിരുന്നു. കേരളത്തിലെ ഗവൺമെന്റ് അക്കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ധാരണയാണുള്ളത്. ആക്രമിക്കപ്പെട്ട മനുഷ്യൻ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ ഭാര്യയും സഹോദരനും മക്കളും ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ മന്ത്രി എന്ന നിലയിൽ സർക്കാരിന് വേണ്ടി നേരിൽ കണ്ടു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് ഈ കാര്യത്തിൽ രാവിലെ തന്നെ ആശയവിനിമയം നടത്തി. ക്യാബിനറ്റിന്റെ മുമ്പാകെ ഈ പ്രശ്നം കൊണ്ടുവന്ന് ഉചിതമായിട്ടുള്ള തുക നൽകാൻ ക്യാബിനറ്റ് സ്വയം സന്നദ്ധമാണ് എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. 10 ലക്ഷം രൂപയായിട്ട് ആ സംഖ്യ നിശ്ചയിക്കണം എന്നവരുടെ അഭ്യർത്ഥന ചർച്ചയിൽ ഉയർന്നു വന്നു. അത് സ്വാഭാവികമായിട്ടും പരിഗണിക്കാവുന്ന ഒരു പ്രശ്നമാണ് എന്ന് തന്നെയാണ് കണ്ടത്. തുക നിശ്ചയിക്കേണ്ടത് സർക്കാരാണെങ്കിലും ക്യാബിനറ്റ് ആണെങ്കിലും അവരുടെ കൂടി ആഗ്രഹവും ആശയവും പരിഗണിച്ചുകൊണ്ട് ആ കാര്യത്തിൽ നടപടി സ്വീകരിക്കും. മൃതശരീരം ഏറ്റവും പെട്ടെന്ന് ജന്മനാട്ടിലെത്തിച്ച് സംസ്കാര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മളിപ്പോൾ കാണേണ്ട ഒരു കാര്യം. അതിനുവേണ്ടി അവിടേക്ക് അയക്കാനുള്ള ഫ്ലൈറ്റിൽ തന്നെ ആകാശമാർഗം അങ്ങോട്ട് അയക്കാനുള്ള നടപടിക്രമങ്ങൾ ജില്ലാ ഭരണകൂടം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അവരുടെ ഭാര്യയെയും ഏറ്റവും അടുത്ത ബന്ധുക്കളെ കൂടി ആ വിധത്തിൽ തന്നെ അയക്കണം എന്ന ഒരാഗ്രഹം വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് കൈകാര്യം ചെയ്യാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാരിനും മറ്റാർക്കെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായം ഇക്കാര്യത്തിലില്ല. ഒരു കാരണവശാലും മനുഷ്യൻ ആക്രമിക്കപ്പെടരുത്, പ്രത്യേകിച്ച് അന്യ സംസ്ഥാന തൊഴിലാളിയായ അതിഥി തൊഴിലാളിയായ ഒരാളാണ് എന്നുള്ളത്